നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലത്തിൻ്റെ കിഴക്കൻ മലയോരമായ ചിതറ ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഇന്ന് ഹരിതം സുന്ദരം യാത്ര പോകുന്നത്. ചിതറയിലെ കിഴക്കേ ഭാഗത്ത് പ്രവാസി മലയാളിയായ സുൽഫിക്കർ തീർക്കുന്ന ഒരു കൃഷിയിടമുണ്ട്. പൂവാലികളും പൈക്കളും പച്ചപ്പുല്ലും പാലുമൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ. ഗൾഫ് നാടുകളിൽ നിരവധി ജോലികൾ പൂർത്തിയാക്കി ഒടുവിൽ നാട്ടിൽ മടങ്ങിയെത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന പ്രവാസി മലയാളിയായ സുൽഫിക്കർ ഫാമിംഗ് രംഗത്തേക്ക് തന്നെ. പകലന്തിയോളം നീളുന്ന ഒരു കുടുംബത്തിൻ്റെ സബരിയ കാണാം. കൊല്ലം ചിതറ കിഴക്കേ ഭാഗത്തെ ബില്ല ഡയറി ഫാമിൽ നിന്നും ഹരിതം സുന്ദരം. പ്രവാസികൾ അങ്ങനെയാണ്. ഉള്ളത് മുഴുവൻ വിറ്റുപറക്കിയാണ് ഓട്ടം. മണലാരണ്യങ്ങളിൽ ദശകങ്ങൾ ജോലി ചെയ്താലും സ്വന്തം നാടിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു പച്ചപ്പായി അവരിൽ നിറയും. 2 പതിറ്റാണ്ട് മുമ്പാണ് സുൽഫിക്കർ സൗദിയിലെത്തുന്നത്. സൂപ്പർ മാർക്കറ്റായിരുന്നു ആദ്യം ലക്ഷ്യം. വർഷങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ നാട്ടിൽ വന്ന് മറ്റ് ചില ബിസിനസ്സുകൾ തേടി. അപ്പോഴാണ് ഓർമ്മയിലുണ്ടായിരുന്ന ഒരു പാരമ്പര്യം ഓർത്തത്. പണ്ടെങ്ങോ പൈക്കിടാങ്ങളെ കൈപിടിച്ച് നടന്നിരുന്ന ഒരു ബാല്യം ഓർമ്മയുണ്ട്. പിന്നീടെപ്പോഴോ റബ്ബർ തോട്ടത്തിലേക്ക് കള വളർന്നപ്പോൾ പോത്തിൻകിടാങ്ങളെ വളർത്തി. അതുമതി കൂട്ടിന്. ആ കൈത്തഴക്കമാണ് എന്തിനും കൂട്ടായത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ബില്ല ഡയറി രംഗത്തേക്ക് സുൽഫിക്കർ എത്തുന്നത്. ബിസിനസ് നടത്തിയാൽ അതിൽ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു സുൽഫിക്കറിന്. അതുകൊണ്ട് തന്നെ ഒന്നാം തരം ഒരു ഫാം തന്നെ മനസ്സിലുണ്ടായിരുന്നു. അത് സാക്ഷാത്കരിക്കാനായിരുന്നു പിന്നെ ഓട്ടം. സ്വന്തമായുള്ള 1.5 ഏക്കർ പറമ്പിൻ്റെ ഒത്ത നടുവിൽ അങ്ങനെ ബില്ല ഡയറി ഫാം വന്നു. 60 അടി നീളത്തിലും 30 അടി വീതിയിലുമായിരുന്നു പൂവാലികൾക്കായി ഒരു കൂടാരം തീർത്തത്. ഇപ്പോൾ കാണുന്നതെല്ലാം സങ്കരവർഗം പശുക്കളാണ്. അവയുടെ കുളമ്പ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഉറച്ച കോൺക്രീറ്റ് തറ ഫാമുകളിൽ നിർബന്ധമാണ്. സുൽഫിക്കറും അങ്ങനെ തന്നെ ചെയ്തു. എങ്കിലും കുളമ്പ് തേയാതെ അവർക്ക് നിൽക്കുവാൻ റബ്ബർ മെത്തകൾ വേണം. GI പൈപ്പുകളിലാണ് കൂടാരം ഉയർന്നത്. 21 അടി നീളത്തിൽ അതങ്ങനെ ഉയർന്നു. ഉഷ്ണവായു സങ്കരയിനം പൈക്കൾ തീരെ സഹിക്കുന്നതല്ല. അവർക്ക് എപ്പോഴും കുളിർക്കാറ്റും കുളിർമയും വേണം. അതുകൊണ്ട് തന്നെ വായു അനായാസേന കയറിയിറങ്ങുന്ന സംവിധാനം തന്നെ ഒരുക്കി. വെയിലിൻ്റെ വീറിനെ തടയുവാൻ മേൽക്കൂര വേണം. ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകൾ ഒരുക്കി. എങ്കിലും ഉഷ്ണവായുവിനെയും ഉച്ഛ്വാസവായുവിനെയും എപ്പോഴും പുറത്ത് കടത്തണം. അതിനായി ഫുൾ മോണിറ്റർ സംവിധാനം ഒരുക്കി. മേൽക്കൂരയുടെ ഒത്ത മധ്യഭാഗം മുറിച്ച് ഉയരത്തിൽ ഒരു ചെറുമേൽക്കൂര പണിതു. അങ്ങനെയാകുമ്പോൾ തൊഴുത്തിലുള്ള ഉഷ്ണവായു മുകളിലേക്ക് പോയിക്കൊള്ളും. തീറ്റത്തൊട്ടി വളരെ പ്രധാനമാണ്. അത് വൃത്തിയാക്കൽ അത്ര എളുപ്പമല്ല. ടൈൽസ് പതിച്ച തീറ്റത്തൊട്ടികളാകുമ്പോൾ വൃത്തി വളരെ എളുപ്പമാണ്. കറവപ്പൈക്കൾക്ക് കുറഞ്ഞത് 50 ലിറ്റർ ശുദ്ധജലമെങ്കിലും ദിവസവും വേണം. അത് അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ നൽകേണ്ടതല്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കുവാൻ വേണ്ടി സ്വയം നിയന്ത്രിത പാനപാത്രങ്ങളാണ് സുൽഫിക്കർ ഒരുക്കിയത്. ദാഹിക്കുമ്പോൾ പൈക്കൾ താനെ വെള്ളം നുകർന്നുകൊള്ളും. കാറ്റ് ഇത്രയും പോരാ. പ്രാണികളെയും ഈച്ചകളെയുമൊക്കെ രാത്രി തുരത്തണമെങ്കിൽ ഫാനുകൾ തന്നെ വേണം. സദാസമയവും പ്രവർത്തിക്കുന്നുണ്ട് ബില്ല ഫാമിൽ പങ്കകൾ. കൃഷ്ണഗിരി, ഒട്ടൻചിത്തിരം തുടങ്ങിയ സ്ഥലങ്ങളാണ് പൈക്കളെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി സുൽഫിക്കർ തെരഞ്ഞെടുത്തത്. അയൽ സംസ്ഥാനത്തു നിന്നും എത്തുന്ന പൈക്കൾക്ക് നേരിട്ട് കൂട്ടിലേക്ക് പ്രവേശനമില്ല. 2 ആഴ്ചയെങ്കിലും ക്വാറന്റൈൻ ഷെഡിൽ പാർപ്പിച്ചതിന് ശേഷമാണ് അവയെ പ്രവേശിപ്പിക്കുക. ഈ അവസരത്തിൽ രക്തപരാധങ്ങൾ ഉൾപ്പെടെ എല്ലാ പരിശോധനകളും നടത്തും. കേരളത്തിലെ തീറ്റയുമായി അവരെ പൊരുത്തപ്പെട്ട് കൊണ്ടുവരണം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തീറ്റകളല്ല. കേരളത്തിൽ ഒട്ടൊക്കെ എല്ലാം വ്യത്യസ്തമാണ്. അത് ക്രമേണ പൈക്കളുമായി പരുവപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. വൃത്തിയും വെടിപ്പുമാണ് ഒരു ഫാമിനെ നന്നായി നിലനിർത്തുന്നത്. വളവും മൂത്രവുമൊക്കെ ഒഴുകിപ്പോകാനായി പ്രത്യേക ചാലുകൾ പണിതു. എങ്കിലും ഖരമാലിന്യം അപ്പോൾ തന്നെ എടുത്തുമാറ്റലാണ് രീതി. ഇതിനായി പ്രത്യേകം തൊഴിലാളികളുമുണ്ട്.
തൊഴുത്തിൽ വീഴുന്ന വളത്തിൻ്റെ ചെറിയൊരംശവും മൂത്രവും പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളവുമെല്ലാം ഒഴുകിച്ചെല്ലുന്നത് സ്ലറി ടാങ്കിലേക്കാണ്. അവിടെ നിന്നും അത് നേരെ പുൽത്തോട്ടത്തിലെത്തും. ചാണകം ശേഖരിക്കുവാൻ ഉണക്കുവാനും പ്രത്യേക കളങ്ങളുണ്ട്. സൂര്യപ്രകാശമേറ്റ് നന്നായി ഉണങ്ങിയ ചാണകം പാക്കറ്റുകളിലാക്കും. അതും വിൽപ്പനയുണ്ട്. പൈക്കലുടെ ഒരു മിശ്രിതം തന്നെ സുൽഫിക്കർ ഒരുക്കി. 30 പശുക്കളുണ്ടെങ്കിൽ പലപ്പോഴും പകുതിയോളം ചെനയിലായിരിക്കും. അതുകൊണ്ട് തന്നെ പകുതി പാൽ കൂട്ടിയാൽ മതി. പശുവൊന്നിന് ശരാശരി 20 ലിറ്ററെങ്കിലും പാൽ കിട്ടണം. എങ്കിലേ ഫാം സംരംഭം മുതലാകും. കറവയ്ക്കും ശാസ്ത്രീയ മാർഗങ്ങൾ തന്നെയാണ് സുൽഫിക്കർ അവലംബിച്ചത്. വാക്യൂം പമ്പിൻ്റെ പ്രവർത്തനം സാധ്യമാക്കി കറവ യന്ത്രം പ്രവർത്തിപ്പിക്കുക എന്നതാണ് ബില്ല ഫാമിൻ്റെ തന്ത്രം. 10 ലിറ്റർ പാലുള്ള പൈക്കളെ കറക്കുവാൻ കേവലം 5 മിനിറ്റ് മതി എന്നതാണ് കറവയന്ത്രത്തിൻ്റെ മേന്മ. ടീത്ത് കപ്പുകളും പൾസേറ്ററുകളും ഉപയോഗിച്ചാണ് കറവയന്ത്രം പ്രവർത്തിക്കുക. 1 മിനിറ്റിൽ 52 പ്രാവശ്യം മിടിക്കുന്ന സങ്കോച വികാസങ്ങളിലൂടെ പാൽക്കറവ മെഷീൻ സാധ്യമാക്കും. ശുദ്ധമായ കറവയുണ്ട് എന്ന മേന്മയുമുണ്ട് കറവയന്ത്രത്തിന്. കറവയന്ത്രം ഒരറ്റത്ത് പ്രവർത്തിക്കുമ്പോൾ മറ്റേ അറ്റത്ത് അനുസരിക്കാത്തവർക്കായി കൈക്കറവയുമുണ്ട്. പാലളവിൻ്റെയും വിപണനത്തിൻ്റെയും മേൽനോട്ടം സുൽഫിക്കർ തന്നെ ഏറ്റെടുക്കും. ചിറവൂർ ക്ഷീരസംഘത്തിലാണ് പാൽ നൽകുക. ചെറിയൊരു ശതമാനം പാൽ സംഘത്തിൽ നൽകിയാൽ ബാക്കിയുള്ളവ പ്രാദേശിക വിൽപ്പനയ്ക്ക് തന്നെ കൊടുക്കും. പ്രാദേശിക കച്ചവടമാണ് ഏറെ ലാഭം. കുടുംബം ഒന്നടങ്കം സുൽഫിക്കറിനെ സഹായിക്കുവാൻ രംഗത്തുണ്ട്. ഭാര്യ ജാസ്മിനാണ് പാൽ വിതരണത്തിൻ്റെ ചുമതല. രാവിലെ 5-നും ഉച്ചയ്ക്ക് 1-നുമാണ് കറവ. രാവിലെ തന്നെ പാൽ വാങ്ങുവാൻ ആളെത്തിക്കൊള്ളും. അത് 1/2 ലിറ്റർ 1 ലിറ്റർ കുപ്പികളിലാക്കി കൃത്യമായി സജ്ജീകരിച്ച് വെക്കുവാൻ ഭാര്യ ജാസ്മിൻ രംഗത്തുണ്ട്. സംഘത്തിലും വീട്ടിലും കൊടുക്കുന്ന പാൽ കൂടാതെ വീടുകളിൽ പാൽ എത്തിക്കുന്ന ജോലിയും സുൽഫിക്കർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാൽ, തൈര്, സംഭാരം, മോര്, നെയ്യ്, വെണ്ണ എന്ന അനുബന്ധ ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി തിരിയാനാണ് ഇനി പദ്ധതി. ചിതറ കിഴക്കേ ഭാഗം ബില്ല ഡയറി ഫാമിൻ്റെ നായകൻ ശ്രീ സുൽഫിക്കർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. സൗദി അറേബ്യയിൽ വലിയ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പ്രവാസി മലയാളിയായി നാട്ടിൽ വന്ന് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലികൾ ചെയ്തു. വളരെ പെട്ടെന്ന് പശുക്കളുടെ ഒരു ഫാമിലേക്കൊരു മാറ്റം. എന്താണ് ഇങ്ങനെ? ആക്ച്വലി ഞാൻ ആദ്യമായി തുടങ്ങിയത് ഈ പശു ഫാമല്ല. ഈ കാണുന്ന പെരയുടെ മൊത്തം റബ്ബറായിരുന്നു നേരത്തെ. അപ്പോൾ ഈ കാട് നമ്മളെ വെട്ടുകാരൻ നിരന്തരം കാട് എടുക്കണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്നാൽ ഒരു പോത്തിനെ വാങ്ങി ഇടാമെന്നുള്ള രീതി തുടങ്ങിയതാണ്. ഒരു പോത്തിനെ ആദ്യം വാങ്ങി, പിന്നെ അത് കൗതുകമായി തോന്നിയപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ വാങ്ങി. അങ്ങനെ ആദ്യം പോത്ത്, പിന്നെ ഏകദേശം ഇവിടെ പോത്ത് ഫാം തന്നെ ആയിരുന്നു. ഒരു 15, 20, 25 പോത്ത് വരെ ഒരു നിലയിൽ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്കൊരു നമ്മളെ പോത്തുകൾക്കൊരു പ്രശ്നം വരും. അതായത് കുളമ്പ് പനി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടല്ലോ, കുളമ്പ് രോഗം. എൻ്റെ ഒരു 10-12 പോത്തുകൾക്ക് ഒരുമിച്ച് കുളമ്പ് രോഗം വന്നു. കുളമ്പ് രോഗം വന്നു. ആ സാഹചര്യത്തിൽ പിന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടായി. ഒരു പരുവത്തിന് കവർ ചെയ്ത് പോയി. അതിനുശേഷം ഞാൻ മൊത്തം വിറ്റിട്ട് എൻ്റെ അന്ന് ഇവിടെ അല്ല കളിയിൽ, അങ്ങ് അപ്പുറ സൈഡിലാണ്. ആ കളിയിൽ മൊത്തം നമ്മൾ പൊളിച്ച് പുതിയ ഷെഡ് വെച്ച്. അപ്പോൾ പുതിയ ഷെഡ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നമുക്ക് എന്തായാലും പോത്ത് വളർത്തിയല്ലേ, അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഡെയിലി വരുമാനങ്ങളൊന്നുമില്ല. നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ നഷ്ടമേ ഉള്ളൂ ഈ പോത്ത് യഥാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെയാണ് പശു വളർത്തിയാൽ എന്തെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ പശു ഫാം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളമായി. അങ്ങനെ പശുവിലേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്? ലാഭമുണ്ടോ? ആദ്യകാലങ്ങളിലൊക്കെ നഷ്ടമായിരുന്നു. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇത് വ്യക്തമായൊരു പഠനമില്ല, ഇതിൻ്റെ ശാസ്ത്രീയ രീതികൾ അറിയില്ല പശുവിൻ്റെ. പിന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ A to Z പഠിച്ചു കാര്യങ്ങൾ പഠിച്ചു. നല്ലൊരു പശുവിനെ കണ്ട സുൽഫിക്കറിന് അറിയാം, എനിക്കറിയാം ഇപ്പോൾ വ്യക്തമായിട്ട്. അതിൻ്റെ ഒന്നാമത് നമ്മൾ അകിട് തൊട്ട് തുടങ്ങും. അകിട്, അതിൻ്റെ കുളമ്പ്, അതിൻ്റെ തലയെടുപ്പ്, പിന്നെ ശരീരഘടന, പാൽ ഞരമ്പ്, തൊലിയുടെ കട്ടി, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പശുവിനെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ തന്നെയാണ്. നമ്മൾ ആദ്യകാലങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ പിന്നെ ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ ലോക്കലായിട്ട് ഇവിടങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുന്നതാണോ അല്ലാതെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടെത്തി? തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്ന യഥാർത്ഥത്തിൽ നമുക്കിവിടെ നല്ല പശുക്കളില്ല, അതാണ് സത്യം. നല്ല പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്താമണി
കൃഷ്ണഗിരി അങ്ങനെയുള്ള മാർക്കറ്റിൽ പോയിട്ട് ഈ റോഡ് പോലുള്ള മാർക്കറ്റുകൾ ഇവിടെ വരുമ്പോൾ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോവില്ല. അത് നമ്മൾ അത് ക്വാറന്റൈൻ സംവിധാനം ചെയ്യണം. പശുക്കൾക്ക് കൊണ്ടുവന്ന ഉടനെ കുളിപ്പിക്കാതിരിക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അതിന് എല്ലാ പരാത രോഗാണുക്കൾ അതിനകത്ത് ഉണ്ടാകുന്ന നോക്കുക, തൈലേറിയ, അനോപ്ലാസ്മ അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാകുന്ന നോക്കുക, ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇട കൊണ്ടുവന്ന് ഇതിനകത്ത് കെട്ടാതിരിക്കുക. നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് നമ്മളെ പശുക്കളുടെ ഇടയിൽ കൊണ്ട് കെട്ടാതിരിക്കുക. 15 ദിവസമെങ്കിലും അതിനെ ഒബ്സർവ് ചെയ്ത് അതിന് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് കൊണ്ട്. പശുഫാം ഒരു ഫാക്ടറിയാണ് എന്ന് സുൽഫിക്കറിനറിയാം. അത് പ്രവർത്തിക്കണമെങ്കിൽ യഥാർത്ഥ ഇന്ധനം വേണം. പശു വളർത്തലിലെ അനുബന്ധ മേഖലയാണ് തീറ്റപ്പുൽ കൃഷി. ഒരേക്കർ പറമ്പിൽ നന്നായി തീറ്റപ്പുൽ കൃഷി ചെയ്തിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും എത്തിച്ച CO3യും CO5 ആണ് പുല്ലിനം. ഓരോ 45 പക്കവും പുല്ല് മുറിച്ചെടുക്കാം. പുൽക്കടകൾ നട്ട് സ്ലറി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവ വളർന്നുകൊള്ളും. വളം പുല്ലിനും പ്രധാനമാണ്. പയ്യൊന്നിന് ദിവസം 30 കിലോ പുല്ല് കിട്ടത്തക്ക രീതിയിലാണ് ക്രമീകരണം. ഒരു പശുഫാമിൽ ഒരു പശുവിന് 5 സെന്റ് സ്ഥലത്തെങ്കിലും പുല്ല് വേണം എന്ന നിർബന്ധമുണ്ട് സുൽഫിക്കറിന്. വേലകളെല്ലാം സ്വന്തമായാണ്. കുടുംബം ഒന്നടങ്കം തന്നെ ജോലിക്കിറങ്ങും. 30ഓളം പശുക്കളുള്ള ഫാമിൽ ഒരേ ഒരു ജീവനക്കാരൻ മാത്രം. പാലളവനുസരിച്ചാണ് തീറ്റ. ലിറ്ററിന് 400 ഗ്രാമെങ്കിലും സാന്ദ്രീകൃത തീറ്റ വേണം. ഇതിനായി പ്രത്യേക ഡ്രൈ സ്റ്റോർ ഉണ്ട് ബില്ല ഫാമിൽ. അവിടെയാണ് തീറ്റയുടെ സംഭരണം. ഉഷ്ണകാലത്ത് നന്നായി പാൽ കിട്ടണമെങ്കിൽ ഒരു സമീകൃത തീറ്റ തന്നെ വേണം. അതിനായി സൈലേജിനെയാണ് സുൽഫിക്കർ ആശ്രയിച്ചത്. ക്ഷീരസംഘത്തിൽ നിന്നും സൈലേജ് കൃത്യമായി എത്തിക്കുന്ന ചുമതല സുൽഫിക്കർ തന്നെ ഏറ്റെടുത്തു. കൃത്യമായി ബെയിൽ ചെയ്ത് നന്നായി എത്തുന്ന കെട്ടുകൾ സുൽഫിക്കർ തന്നെ വണ്ടിയിലെത്തിക്കും. സൈലേജ് എന്നാൽ പുൽത്തുണ്ടുകളും ഗരാഹാരവും ചേർന്നതാണ്. അത് വായു കടക്കാത്ത പാക്കുകളിലാണ് എത്തുക. പൊട്ടിച്ചിട്ടാൽ ഒരു ഊഷ്മളമായ ഗന്ധം ചുറ്റാകെ പടരും. പൂവാലികൾക്ക് അത് ഏറെ ഇഷ്ടമാണ്. അർവാനയിൽ സൈലേജ് നിറച്ച് അത് തീറ്റത്തൊട്ടിയിൽ കൃത്യമായി എത്തിക്കുന്ന ചുമതല സുൽഫിക്കർ തന്നെ ഏറ്റെടുക്കും. മക്കളായ അഫ്നാനും അൽസലാമുമൊക്കെ ബാപ്പയെ സഹായിക്കുവാൻ രംഗത്തുണ്ട്. പഠനമില്ലാത്ത സമയത്തൊക്കെ അവർ പൂവാലി കൂടാരത്തിലെത്തും. എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുവാൻ അവരും ഒപ്പം കൂടും. ഓരോ പൈക്കളെയും സ്വന്തം കൈവെള്ള പോലെ സുൽഫിക്കറിനറിയാം. അവരുടെ ജീവിതകാലം, അവരുടെ പ്രായം, അവരുടെ മതി, കുത്തിവെച്ച തീയതി, പ്രസവിച്ച തീയതി, പാലളവ്, ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. 35 ലിറ്റർ പാലുള്ള ഒരു ജേഴ്സി പശു സുൽഫിക്കറിൻ്റെ സ്വന്തമാണ്. അഥവാ ബില്ല ഡയറി ഫാമിൻ്റെ കീർത്തിയാണ്. 13 പ്രസവിച്ചിട്ടുണ്ട് ജേഴ്സി പശു. എങ്കിലും പാലളവിന് ഒരു കുറവുമില്ല. പൈക്കളിൽ ജേഴ്സിയും ഹോൾസ്റ്റെയിനും സുനന്ദിനിയും ഒക്കെയുണ്ട്. ഇംഗ്ലീഷ് ചാനലിൻ്റെ സ്വന്തം പശുക്കളാണ് ജേഴ്സി പശുക്കൾ. ചെമ്പൻതവിടിൻ്റെ നിറവും സുഗന്ധമുള്ള പാലുമാണ് ജേഴ്സിയുടെ മേന്മ. കറവദിനങ്ങൾ അല്പം കുറഞ്ഞാലും ജേഴ്സി ഉണ്ടെങ്കിലേ ഫാം പൂർത്തിയാകും. നെതർലൻഡിൻ്റെ സ്വന്തം പശുക്കളായ ഹോൾസ്റ്റെയിൻ ഫ്രീസിയനും രംഗത്തുണ്ട്. ഒരു സംരംഭമായി ഫാം നടത്തുമ്പോൾ ഹോൾസ്റ്റെയിൻ തന്നെയാണ് അവിടെ താരം. വർഷത്തിൽ 305 കറവദിനങ്ങൾ സമ്മാനിക്കുവാൻ ഹോൾസ്റ്റെയിന് കഴിയുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഇൻഡോസിസിൽ പിറന്ന സുനന്ദിനി കേരള കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനമാണ്. ഇന്ന നിറം എന്നൊന്ന് സുനന്ദിനിക്കില്ല. എല്ലാ നിറവും അവരിൽ ചേരും. ഹോൾസ്റ്റെയിൻ്റെയും ജേഴ്സിയുടെയും ബ്രൗൺസിൻ്റെയും ഒക്കെ ജനിതകം ചേർന്നതാണ് സുനന്ദിനി പൈക്കൾ. അവരും നന്നായി പ്രകടനം നടത്തുന്നുണ്ട് ബില്ല ഫാമിൽ. അനുദിനം വികസിച്ചു വരുന്ന ഡയറി രംഗത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ സുൽഫിക്കറിനുണ്ട്. അതെല്ലാം ഹരിതസുന്ദരത്തോട് തുറന്നു പറഞ്ഞു. സുൽഫിക്കറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പശുവിനെ വളർത്തുന്ന ഒരാൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ സംശയം തോന്നുകയാണ്, ഒരു പശുവിനെ വളർത്തിയിൽ എത്ര സെൻറ്റ് പുരയിടത്തിൽ നമ്മൾ തീറ്റപ്പുൽ കൃഷി ചെയ്യണം? ഏകദേശം ഒരു പശുവിന് 5 സെൻറ്റെങ്കിലും വേണം, ഏറ്റവും കുറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു മേഖലയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീറ്റപ്പുല്ല് മാത്രം വളർത്തിയിട്ട് കാര്യമില്ല. തീറ്റപ്പുല്ല് നമ്മൾ കറക്റ്റ് സമയത്ത് വെട്ടണം. അതിന് വളം ചെയ്യണം. നമ്മളിപ്പോൾ തീറ്റപ്പുല്ല് കൊണ്ട് നട്ട് 5 സെൻറ്റ് വസ്തു കൊണ്ട് തീറ്റപ്പുല്ല് ആദ്യം ഒരു പ്രാവശ്യം നട്ടു, പിന്നെ അതിൽ നിന്ന് നമ്മളിങ്ങനെ വെട്ടി പശുവിന് കൊടുക്കാന്നുള്ള രീതിയിൽ തുടങ്ങിയാൽ നടക്കത്തില്ല. ഒരു പ്രാവശ്യത്തെ വെട്ടിയിട്ട് കറക്റ്റ് അതിന് വളം ചെയ്യണം. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സാമ്പിള, ഇവിടെ നിന്നിട്ട് മൂത്രവും ചാണകവെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ലായനിയാണ്. അത് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ വണ്ടിക്കകത്ത് കയറ്റി പമ്പ് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ പിന്നെ പുരയിടങ്ങളിൽ കൊണ്ടുപോയി ഒരു ആദ്യത്തെ വെട്ടി ഒരു 3-4 ദിവസത്തിനകത്ത് ഒഴിക്കാറുണ്ട്. എനിക്ക് ആദ്യം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് പിന്നെ നമ്മളെ കോയമ്പത്തൂരിൽ നിന്നാണ്. CO5 ഇല്ല, CO3 എനിക്ക് നേരത്തെ കുറച്ചുണ്ടായിരുന്നു. ഞാൻ വ്യാപകമായിട്ട് നല്ലപോലെ കൃഷി ചെയ്തത് CO5ലാണ്. CO5 നമ്മളൊരു 5 സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് നേരിട്ട് എനിക്ക് ഇവിടെ ഇറക്കിത്തരാണ് ചെയ്തത്. കൊണ്ടുവന്ന് ഞാൻ ആദ്യം ഒരു 50 സെൻറ്റിലാണ് അത് കൃഷി ചെയ്തത്. പക്ഷേ CO5 നല്ലൊരു
ഇനമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ CO5 പുല്ല് തൊഴുത്തിന് ചുറ്റുവട്ടത്തുണ്ട്, അതോടൊപ്പം തന്നെ സാന്ദ്രീകൃത കാലിത്തീറ്റ വരുന്നുണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ സൈലേജ് വരുന്നുണ്ട്. ഇതെല്ലാം ഈ തരാതരം പോലെ എങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നത്? നമ്മൾ പുല്ലുണ്ടെങ്കിൽ സൈലേജോ കച്ചിലോ കൊടുക്കാറില്ല. ഇപ്പം റമദാൻ മാസമാണ്, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് പുല്ല് വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 30 ദിവസം നമ്മൾ പുല്ല് വെട്ടാൻ ഇറങ്ങാറില്ല. ആ ഒരു സമയത്താണ് ഈ സൈലേജ് പോലുള്ള സൈലേജ് വൈക്കോല് ആ സമയത്ത് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് 2 നേരവും സുഭിക്ഷമായിട്ട് ഇതിന് കൊടുക്കാനുള്ള പുൽകൃഷി നമുക്കുണ്ട്. ചിലവും കുറവാണ്. നമുക്കിപ്പോൾ ഇപ്പം ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, പിന്നെ പുറത്തുനിന്ന് നമ്മളൊരു റിലേറ്റീവ് ഒരു താത്ത വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പൈസയാണ് നമുക്ക് ആവുന്നത്. ബാക്കിയൊക്കെ നമ്മളെ ജോലിയാണ്. അതുപോലെ തന്നെ വളം ചെയ്യുന്നതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ്. അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് വേറെ പൈസ ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മറ്റ് ജോലികളെ അപേക്ഷിച്ച് ഈ ഫാമിംഗ് രംഗത്തേക്ക്, പ്രത്യേകിച്ചും പശുക്കളുടെയൊക്കെ ഫാമിംഗ് രംഗത്തേക്ക് വരുന്നവർ സാധാരണ പറയുന്നത് എങ്ങും പോകാൻ അവർക്ക് സമയം കിട്ടുന്നില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, ഒരു മരണത്തിന് പോകാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നുണ്ട്, പക്ഷേ നമ്മളെ സമയത്താണെന്ന് മാത്രം. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അതെ, ചിലപ്പോൾ ആ സമയത്ത് എത്തി അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ച് വരേണ്ട അവസ്ഥ. പിന്നെ ദൂരെയൊക്കെ ഉള്ളതാണെങ്കിൽ മിക്കവാറും തളിക്കുന്ന ദിവസമായിരിക്കും നമ്മൾ കല്യാണത്തിന് പോകുന്നത്. മരിപ്പ് വന്നാലും അതാണ്. അത്യാവശ്യം നമുക്ക് പോവാം, കുഴപ്പമില്ല. പക്ഷെ എങ്കിലും നമ്മളെപ്പോഴും ഇവിടെ തന്നെ വേണം. പശു വളർത്തലിലെ ബോണസാണ് പൈക്കിടാങ്ങൾ. അവർക്ക് നിൽക്കുവാൻ പ്രത്യേക യാർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യ 2 മാസം അമ്മയുടെ പാൽ തന്നെയാണ് ആശ്രയം. ക്രമേണ കാഫ് സ്റ്റാർട്ടറിലേക്ക് തീറ്റ മാറ്റും. അപ്പോഴേക്കും പൂർണ്ണ കറവയിലേക്ക് പൈക്കൾ എത്തിത്തുടങ്ങും. സ്വന്തം ഫാമിൽ വളരുന്ന പൈക്കിടാങ്ങളെ നന്നായി വളർത്തിയെടുക്കുക എന്നതാണ് ഹരം. അങ്ങനെയെങ്കിൽ 1-ാം തരം പൈക്കളെ തൊഴുത്തിൽ കിട്ടും. പൈക്കിടാങ്ങൾക്കും പൈക്കൾക്കും കൂട്ടായി പോത്തിനെയും എരുമക്കിടാവിനെയും ഒക്കെ വളർത്തുന്നുണ്ട് സുൽഫിക്കർ. മുറ ഇനത്തിൽപ്പെട്ടവരാണ് അവർ. സംരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ പോത്തിനെ വളർത്തി നല്ല പരിചയമുണ്ട് സുൽഫിക്കറിന്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഏറെ അധ്വാനിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ സുൽഫിക്കറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രവാസി മലയാളി നാട്ടിൽ തിരിച്ചു വന്നാൽ അയാളും അയാളുടെ കുടുംബവും ചേർന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിലാണ് ഇത്. സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പം കൂലി കൊടുത്ത് ചെയ്യിച്ചാൽ ഈ മേഖല നഷ്ടമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളിപ്പം ഈ പുല്ല് വെട്ടിൻ്റെ കേസ് പറഞ്ഞ് നമ്മൾ ഒരാളിനെ വിളിച്ച്, ഒരു പണിക്കാരനെ വിളിച്ച് വരുത്തിയാൽ 800 രൂപ ശമ്പളം കൊടുക്കണം. 800 രൂപ ശമ്പളം കൊടുത്താൽ അത് നമ്മൾ രണ്ടുപേർ ചെയ്യുന്ന ജോലി അയാൾ ചെയ്യത്തുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ആളിനെ വിളിച്ച് ജോലി ചെയ്യിക്കുന്നത് നഷ്ടമാണ്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ 100% വിജയമായിരിക്കും. പിന്നെ ആദ്യമേ 10, 15, 20 പശു വെച്ച് തുടങ്ങാതെ 2 പശു വാങ്ങി ആദ്യം പശുവിനെക്കുറിച്ച് പഠിക്കുക. പശുവിൻ്റെ രോഗങ്ങൾ, പശുവിന് എന്തൊക്കെയാണ്, അതിൻ്റെ വരുമാനം എത്രത്തോളം കിട്ടും, ഏതൊക്കെ രീതിയിലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 പശു ആദ്യമേ എടുത്തിട്ട് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്താൽ ഈ 10 പശുവിന് നമ്മൾ തുടക്കത്തിൽ ഇപ്പം നമുക്കൊരു 150 ലിറ്റർ പാല് കിട്ടും തുടക്കത്തിൽ. പക്ഷേ ഈ 150 ലിറ്റർ പാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ആ സ്ഥാനത്ത് 15 പശു ആവണം. ഈ 5 പശുവിനെ വാങ്ങാനുള്ള പൈസ എന്തായാലും ഇതിൽ നിന്ന് ലാഭം കിട്ടത്തില്ല. പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ ഒരു 4-5 വർഷം സ്റ്റഡിയായിട്ട് നല്ലൊരു സ്റ്റഡിയായിട്ട് നിൽക്കുന്ന നമുക്കൊരു 25 പശുവെങ്കിലും മിനിമം നമ്മളതിൽ വേണം. അതിലൊരു ആ സമയത്ത് ഒരു 15 പശു എങ്കിലും നമുക്ക് 15-20 പശു കറവയുള്ള പശു ഉണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഈ സുൽഫിക്കറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാൾ വന്ന് അയാളുടെ കുടുംബവുമായി ചേർന്ന് ഇങ്ങനൊരു തൊഴിലിലേക്ക് ഇറങ്ങിയാൽ അയാൾക്ക് ആദ്യം സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം എന്താ, ഒരു ചതി എന്താ? ചതി ആദ്യം പശുവിനെ വാങ്ങൽ തന്നെയാണ്. നമ്മൾ പശു വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് മേഖലയിൽ നിന്ന്. നമ്മൾ പുറത്ത് തമിഴ്നാട്ടിൽ പോയാലും നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചാലും ഈ ബ്രോക്കർമാർ അല്ലെങ്കിൽ തന്നെ ഇത് നിൽക്കുന്ന വീട്ടുകാർ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞുതരാം, നമുക്കൊരു പശുവിനെ വാങ്ങാൻ പോയാൽ ഒരു 20 ലിറ്റർ പാല് വീട്ടുകാർ പറഞ്ഞു തന്നാൽ നമുക്കിവിടെ കൊണ്ടുവരുമ്പോൾ 12-13 കൂടുതൽ കിട്ടാറില്ല. കണ്ടു വാങ്ങിക്കാൻ പറ്റില്ല. അതെ, ഒരിക്കലും അത് അവർ കറവ കണ്ടും വാങ്ങാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന ഫുഡ് ആയിരിക്കത്തില്ല നമ്മളിവിടെ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴും പ്രോബ്ലങ്ങൾ വരാം. മിക്കാറുള്ള ഫാമിലിയിൽ ചെന്നാൽ 2 നേരവും വന്ന് കറവ കണ്ട് കൊണ്ടുപോകണമെന്ന് പറയും. പക്ഷേ ഈ അവർ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുമ്പോൾ ഹൈ തീറ്റയായിരിക്കും കൊടുക്കുന്നത്. ഒരുപാട്, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 10 കിലോ ഒരു പശുവിന് ആവശ്യമുണ്ടെങ്കിൽ അവർ 15 കിലോ കൊടുക്കും. 15 കിലോ മാക്സിമം അവർ കറന്നെടുക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മളിവിടെ കൊണ്ടുവന്ന അത്രയും തീറ്റ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരു ഫാം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് അറിയാം, വ്യക്തമായിട്ട് അറിയാം. ഇനി വളരെ അടുത്ത നാളുകളിൽ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്താ ഈ ഫാമിൽ? ഇനി ഞാൻ പറഞ്ഞില്ലേ, ബൈ പ്രൊഡക്റ്റാണ്. പശുവിൻ്റെ എണ്ണം കുറച്ച് കൂട്ടാൻ ഇവിടെ സാഹചര്യമില്ല. ഉള്ള പശുക്കളിൽ കുറച്ച് പശുക്കൾ മാറ്റി നല്ല ഹെൽത്തുള്ള പശുക്കളെ എടുക്കുക. ബൈ പ്രൊഡക്റ്റ് ചിന്തിക്കുന്നുണ്ട്. തൈര്, ഇതുപോലുള്ള ക്രീം, ഐസ്ക്രീം, സിപ്പപ്പ്, അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലുണ്ട്. അതിന് സാമ്പത്തികം ഒരു വിഷയമാണ്.
സാമ്പത്തികം കയ്യിൽ ഇല്ല, നീക്കിരിപ്പെന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി കിട്ടുന്നത് ഇപ്പം തന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു 17-18 ലക്ഷം രൂപകളാണ് ഇപ്പോൾ ഈ ഷെഡ് ചെയ്തത്. ഞാൻ 1 രൂപയും കടമില്ലാതെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. നിലവിലൊന്നുമില്ല, കടമൊന്നുമില്ല. ഈ കടത്തിൻ്റെ മേളിൽ കിടന്ന് പിന്നെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അത് എനിക്കൊരു പ്രോപ്പർട്ടി വിറ്റു, എൻ്റെ കടങ്ങൾ മൊത്തം തീർത്തു. അതിനുശേഷമാണ് ഈ കുറച്ച് പൈസ ബാക്കി വന്നാണ് ഈ ഷെഡിൻ്റെ പണി തുടങ്ങി ഇപ്പം അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു പരുവത്തിന് ഇങ്ങനെ ഷെഡിൻ്റെ പണി പൂർത്തിയാക്കി പശുക്കൾ ഇതിനകത്തേക്ക് കയറ്റി. ഇപ്പം യഥാർത്ഥത്തിൽ ഇതിനകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഇപ്പം മിച്ചം വരുന്നത്. ഇപ്പം കുഴപ്പമില്ലാത്തൊരു ഇൻകം എനിക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജോലിയെന്നോ കൃഷിയെന്നോ വ്യവസായ സംരംഭമോ എന്നൊന്നില്ല. പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമാണ് ഏതിനെയും വിജയിപ്പിക്കുന്നത്. അതിൻ്റെ മകുടോദാഹരണമാണ് ബില്ല ഡയറി ഫാം. നേരാം ഭാവുകങ്ങൾ.